ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. കുറേ ആയി വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഈ കൊല്ലം തിരിച്ച് യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് വീഡിയോസ് ഇടണമെന്ന് തോന്നി. അതൊരു നല്ലൊരു ചാലഞ്ചായിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. യൂട്യൂബൊക്കെ അപ്ലോഡ് ചെയ്ത കാലം മറന്നു. ഏകദേശം ഒരു കൊല്ലം ആവാറായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഈ കൊല്ലം നമ്മൾ എല്ലാ ആഴ്ചയും എപ്പോഴും പറയുന്ന പോലെ എല്ലാ ആഴ്ചയും ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളെല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഈ വീഡിയോ, അതായത് ഫസ്റ്റ് വീഡിയോ ഓഫ് 2026, ഇതെനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഇതുപോലെ ഒരു 2 കൊല്ലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത്. ഇതിൻ്റെ റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചായി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ പേർക്ക് എനിക്ക് ഉറപ്പാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഇടയായിട്ട് ജോലി കിട്ടിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബൈസപ്പ് മണീനെ അവിടെ കൊടുക്കാം. baisappmoney@gmail.com. റീസെൻ്റ് ആയിട്ട് ജോലി കിട്ടിയ എല്ലാവരും ജസ്റ്റ് ഈ ഇമെയിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഇൻ്റർവ്യൂ തരാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ കുറേ പേര് പറഞ്ഞു ജോലിയൊന്നും കിട്ടുന്നില്ല, മാർക്കറ്റ് ഡൗൺ ആണ്. അതേസമയം കുറേ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് നിങ്ങൾ ചെയ്തത് സ്പെഷ്യലായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരുന്നു. ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളുടെ വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എടുക്കാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കൺഫ്യൂഷനിൽ ചില പേരൊക്കെ ഇരിക്കുന്നുണ്ടാവും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള പരിപാടിയൊക്കെ. അപ്പം നിങ്ങളുടെ ഇൻപുട്സ് വളരെ വാല്യുബിൾ ആണ്. നമ്മളിപ്പോൾ ജോലി കിട്ടി, നമുക്കറിയാം നമ്മൾ എന്തൊക്കെയാണ് സ്ട്രാറ്റജി ചെയ്തിരിക്കുന്നത്, നമ്മൾ എന്തൊക്കെ പരിപാടികൾ ചെയ്തു ജോലി കിട്ടാൻ, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്തായിരുന്നു, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പം അത് നിങ്ങൾ ഷെയർ ചെയ്യാൻ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സീരീസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. വാട്ട് ഐ ഡിഡ് ഫോർ മൈ ജോബ് ഹണ്ട് ദാറ്റ് ലാൻഡഡ് മീ എ ജോബ്. സോ ഈ സീരീസിൽ നമ്മൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക സഹകരണം ഇല്ലാതെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കൈൻഡ് റിക്വസ്റ്റ്. നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ റീസെൻ്റായി ജോലി കിട്ടിയ ഒരാളാണെങ്കിൽ മുന്നോട്ട് വരിക. നമുക്ക് എല്ലാ ആഴ്ചയും ഒരു വീഡിയോ എങ്കിലും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ഐഡിയ വരട്ടെ, എന്താണ് നമ്മൾ ചെയ്തത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. എൻ്റെ കുറേ ഫ്രണ്ട്സിനെ അതിൽ കൊണ്ടുവരാം. ഓരോരോ ആഴ്ചയായിട്ട് നമുക്ക് ഈ സീരീസ് ഹോപ്പ്ഫുള്ളി അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് തുടങ്ങാം. മുന്നോട്ട് വരിക. ഇത് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്റേൺഷിപ്പ് സമയത്ത്. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് റീസെൻ്റായിട്ട് അഡ്മിഷൻ കിട്ടിയ ആൾക്കാരായിട്ട് ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടംപോലെ പേർക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടംപോലെ അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 5 പേർക്ക് ഒരു വീഡിയോ ഒന്ന് ഹെൽപ്ഫുൾ ആയാൽ അത് വലിയ കാര്യം. ഒരാൾക്ക് കിട്ടിയാൽ അത് വലിയ കാര്യം. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്ക് നമ്പേഴ്സ് കാര്യമില്ല. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ആ ഒരു സീരീസിൽ നമ്മൾ ഇഷ്ടംപോലെ നമുക്ക് കൺസിസ്റ്റൻ്റായി വീഡിയോ ചെയ്യാൻ പറ്റി. രണ്ടാമത് ആൾക്കാർ ഇതുവരെ കേൾക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ഇല്ലാത്ത കുറേ യൂണിവേഴ്സിറ്റി, കുറേ കോഴ്സസിനെ കുറിച്ച് ആൾക്കാർക്ക് പരിചയമായി. അപ്പോൾ അത് നല്ലൊരു കാര്യമായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു സീരീസ് തുടങ്ങാനാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടെ ബാക്കിയുള്ള പരിപാടികൾ വരും, യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂസ് ആൻഡ് ഓൾ. ബട്ട് ഇതാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ജോലിയുടെ സമയമാണല്ലോ. ഞാനും ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് ഓൾമോസ്റ്റ് ഒരു 10 മാസമായി. എൻ്റെ പ്രൊബേഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ജോബ് ഹണ്ടിലായിരിക്കും. അപ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജി നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹോൾ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്, നിങ്ങൾ റീസെൻ്റായിട്ട് ജോലി കിട്ടിയ ആൾക്കാരാണെങ്കിൽ മുന്നോട്ട് വരിക. ഇതാണ് എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നമുക്ക് ഓരോ ആഴ്ച ഓരോ വീഡിയോ ചെയ്യാം. ഈ വീഡിയോയിൽ എനിക്ക് ചെറുതായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അപ്പോൾ ഒരു ഫസ്റ്റ് വീഡിയോ ആണല്ലോ ഇതിൻ്റെ. അപ്പോൾ എൻ്റെ കുറച്ച് സ്ട്രാറ്റജി ഞാൻ പറയുന്നത് ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഷോർട്ടായിട്ട് ഞാൻ എന്തൊക്കെയാണ് ഫുൾ ടൈം കിട്ടാൻ ചെയ്തത് എന്നുള്ളത് ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ എന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ഈ സീരീസ്. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഇതെല്ലാം ചെയ്ത കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടി എന്ന് ഞാൻ പറയില്ല. അത് ആ സമയം വരുമ്പോൾ കിട്ടും ജോലി. ഇതൊക്കെ ഞാൻ ചെയ്തു, ഇതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു, ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തിങ്, വേറൊരു ഡിസ്ക്ലൈമർ എന്താ വെച്ചാൽ, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് ഒരു ജനറലായിട്ട് നിങ്ങൾ എടുക്കേണ്ട, എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. സോ ഇത്
എല്ലാവർക്കും ഇങ്ങനെ ആവണം എന്നില്ല. ഇത് എന്താ പറയുക, ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. ഫസ്റ്റ് തിങ്, ജർമ്മൻ CV. നമ്മുടെ CV ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജർമ്മൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. അതെപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ജർമ്മൻ അറിയില്ലെങ്കിലും അല്ലെങ്കിൽ കുറച്ചേ അറിയുള്ളൂ എങ്കിലും CV ജർമ്മനിലാക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ യൂസ് ചെയ്തിരുന്ന പ്ലാറ്റ്ഫോം നോവോ റെസ്യൂമേ ആണ്. ഞാൻ ഇവിടെ ഇടാതെ നോവോ റെസ്യൂമേ. അവിടെ പോയിട്ട് ഒരു 1 പേജ് അല്ലെങ്കിൽ 1 പേജ് CV ആണ് ഞാൻ ഉപയോഗിച്ചത്. അതിലൊരു ക്ലീൻ CV ഉണ്ടാക്കുക. ജർമ്മൻ CV നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുക. രണ്ടാമത്, കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട് ക്വാണ്ടിറ്റി വേഴ്സസ് ക്വാളിറ്റി. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് വെക്കുക. നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പൊസിഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും CV ടൈലർ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻഡ് ഓഫ് ദ ഡേ എത്ര ആപ്ലിക്കേഷൻ ഒരു ദിവസം ഇടുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് ഒരു ആപ്ലിക്കേഷൻ തന്നെ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യണതിൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ അതിൽ എതിരാണ് ആക്ച്വലി. എനിക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് വലിയ കാര്യം, ആസ് ലോങ് ആസ് യുവർ ബേസിക് CV ലുക്സ് ഗുഡ്. അപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പൊസിഷൻസ് ആണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പൊസിഷനിൽ ഒരു CV ഉണ്ടാക്കി വയ്ക്കുക. എല്ലാ സോഫ്റ്റ്വെയർ ഇതിലും ആ CV ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ ഓരോന്നും ടൈലർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു സോഫ്റ്റ്വെയറിന്റെ ബേസിക്കലി എന്തൊക്കെ വരും എന്ന് അറിയാം. 2-3 പൊസിഷന്റെ നമ്മൾ അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ബേസ് CV ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പൊസിഷന്റെ റിക്വയർമെന്റ്സ് നോക്കുക. 2-3 പൊസിഷൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഏകദേശം എന്തൊക്കെ വേണമെന്ന്. അത് വെച്ചൊരു ബേസിക് CV ഉണ്ടാക്കുക. എന്നിട്ട് അത് തന്നെ എല്ലാത്തിലും വെക്കുക. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ പറയാം. ഞാൻ ക്വാളിറ്റിയിലാണ് കൂടുതൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈ ദ വേ, ഞാനിപ്പോൾ ക്വാളിറ്റിയിൽ തന്നെ വർക്കും ചെയ്യുന്നത്. ഭാഗ്യത്തിന് എനിക്ക് അതിൽ തന്നെ കിട്ടി. അപ്പം ഞാൻ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു CV ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചറിങ്ങിന് വേണ്ടി വേറൊരു CV ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രോസസ് എഞ്ചിനീയറിംഗ് റോൾസ് ഉണ്ടോ അതിൽ ഞാൻ ഈ CV ഉപയോഗിക്കും. ക്വാളിറ്റിയിൽ ഫുള്ളും ഏതൊക്കെ ക്വാളിറ്റി പൊസിഷൻ ഉണ്ടോ അതിനെല്ലാം ഞാൻ ഈ ബേസ് CV ഉപയോഗിക്കും. അതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി. മനസ്സിലായല്ലോ? അപ്പോൾ കൂടുതലും ക്വാണ്ടിറ്റി തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ കാര്യം. എത്ര ആപ്ലിക്കേഷൻസ് അയക്കണം? എയിം ഫോർ അറ്റ്ലീസ്റ്റ് 25 പെർ ഡേ, 25 ആപ്ലിക്കേഷൻസ് പെർ ഡേ. അപ്പോൾ ഈ ഓരോന്നും ടൈലർ ചെയ്യണവർക്ക് ഇതൊരു ഇമ്പോസിബിൾ പരിപാടിയായിരിക്കും, എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ CVയും നമ്മൾ ടൈലർ ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് ബേസിക് ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാത്തിനും കൂടെ അപ്ലൈ ചെയ്യുക, ചെറുപുറാന്ന് അപ്ലൈ ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു കാര്യം. നിങ്ങൾക്കറിയാലോ, നല്ല ഒന്നും കൂടി പറയാം. സിങ്, സ്റ്റെപ്പ് സ്റ്റോൺ, ഇൻഡീഡ്, ലിങ്ക്ഡിൻ, ഈ 4 എണ്ണമാണ് ഞാൻ ആക്ച്വലി ഉപയോഗിച്ചത് എൻ്റെ ജോബ് അപ്ലിക്കേഷന്. എല്ലാ ദിവസവും ലാസ്റ്റ് 24 hours ഓപ്പൺ ആയിട്ടുള്ള പൊസിഷൻസിന് തന്നെയാണ് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യുന്നതായിരുന്നത്. പിന്നെ കവർ ലെറ്റർ നിർബന്ധമായിട്ട് ഞാൻ വെക്കാറില്ല. ഏതിലൊക്കെ കവർ ലെറ്റർ വേണം എന്ന് പറഞ്ഞു, ഇതും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കുറേ പേര് പറയും കവർ ലെറ്റർ കണ്ടിട്ടാണെന്നൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും ആൾക്കാർ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ കവർ ലെറ്ററും വായിച്ച് നോക്കാനുള്ള സമയം എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെ പൊസിഷനിൽ കവർ ലെറ്റർ വേണം എന്ന് നിർബന്ധമായി ചോദിക്കുന്നോ അതിന് മാത്രം വെച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നത്. ബാക്കി എല്ലാത്തിലും CV, ജർമ്മൻ CV ബേസിക് ആയിട്ട് ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് അത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടായിരുന്നത്. കവർ ലെറ്റർ ചെയ്യേണ്ടായിരുന്നില്ല. മൂന്നാമത്തെ സ്ട്രാറ്റജി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജോബ് മാർക്കറ്റിൽ വളരെ ഈസി ആയിട്ട്, വളരെ ഈസി എന്നല്ല, കുറച്ച് കമ്പാരിറ്റീവ്ലി ഈസിയായി കിട്ടുന്നത് ലയ ആർബൈറ്റർ എന്ന് പറയും. അതായത് ഏജൻസി അല്ലെങ്കിൽ കൺസൾട്ടൻസി. അതായത് അവര് ഒരു കമ്പനിക്ക്, നമ്മൾ സ്റ്റാഫിംഗ് ഏജൻസി എന്ന് പറയും. ഒരു കമ്പനി നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ട് ഓരോ കമ്പനിക്ക് വേണ്ടി നമ്മൾ വിടും. സോ നമുക്ക് ശമ്പളം തരുന്നതൊക്കെ ഈ റിക്രൂട്ടിംഗ് കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാഫിംഗ് ഏജൻസി ആയിരിക്കും. അങ്ങനത്തെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. അവരെ ടാർഗറ്റ് ചെയ്യുക. ഒരിക്കലും നമുക്കൊരു നഷ്ടമല്ല. കുറേ പേര് പറയും ഏജൻസി എന്നൊക്കെ. ഇൻഫാക്ട് ഞാനേ ഇപ്പോൾ ഒരു ഏജൻസി വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ഏജൻസിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ DISAG, ഫെർഷാവോ, പിന്നെന്താണ് യുണീക്ക് എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കമ്പനീസ് ടാർഗറ്റ് ചെയ്യുക. എന്നിട്ട് യു ക്യാൻ സ്റ്റാർട്ട് യുവർ കരിയർ വിത്ത് ദീസ് ഏജൻസീസ്. ഒട്ടും മോശമല്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയാണ്. സമയത്തിന് ശമ്പളം വന്നിട്ടുണ്ട്.
ഒരിക്കലും ഒരു കമ്പനി ഡയറക്റ്റ് കമ്പനിയിലുള്ള പോലത്തെ ബോണസോ അല്ലെങ്കിൽ അത്രയും സെക്യൂരിറ്റി ഉണ്ടാവില്ല. പക്ഷെ ആസ് എ സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ്, ഇപ്പം ഞാൻ ആൽസ്റ്റോമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐ ഹാവ് വർക്ക് എക്സ്പീരിയൻസ് ആൽസ്റ്റോമിൽ തന്നെയാണ്. എൻ്റെ ഏജൻസിയുടെ പേര് ഞാൻ CV എഴുതാറില്ല. അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കുക. എനിക്കും കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഇതിന് മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഏജൻസീസ് ട്രൈ ചെയ്യാം. പക്ഷേ ഏജൻസിയിൽ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ജർമ്മൻ കുറച്ച് സ്ട്രോങ് ആയിരിക്കണം ആക്ച്വലി ഇത്തിരി. അപ്പോൾ അവർ എല്ലാവരും ചോദിക്കുന്നത് ജർമ്മനാണ്. അപ്പോൾ ജർമ്മൻ കുറച്ച് സെറ്റാക്കുക. പിന്നെ എന്താ പറയുക, ഈ ഏജൻസി ത്രൂ കമ്പനീസിൽ കയറാൻ നോക്കുക. ഇനീഷ്യലി 1-2 വർഷം എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഏത് കമ്പനിയിൽ വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് മാത്രമേ ട്രബിൾ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. ഈ സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ ഒന്നും കൂടി അത് പറയാം. ജർമ്മൻ CV, ഡെയിലി ഒരു 25-30 ആപ്ലിക്കേഷൻസ്. ഓരോ ആപ്ലിക്കേഷനും CV ടൈലർ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ ഈ ഏജൻസീസിനെ ടാർഗറ്റ് ചെയ്യുക. കമ്പനീസിനെ മാത്രം വിടാതെ ഏജൻസീസും ടാർഗറ്റ് ചെയ്യുക. ഒട്ടും മോശമില്ല അത്. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റേ നിങ്ങൾക്ക് വേണ്ട. എക്സ്പീരിയൻസ് ആണ് മാറ്റർ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. സോ ബേസിക് ഈ വീഡിയോയുടെ ഐഡിയ അതാണ്. ജോലി കിട്ടിയിട്ടുള്ളവരൊക്കെ അവരെന്താണ് ചെയ്തത്, എന്താണ് സ്പെഷ്യലായിട്ട് അവർ ചെയ്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ജോബ് ഹണ്ടിങ് റൂട്ടീൻ, എത്ര കാലം എടുത്തു ജോലി കിട്ടാൻ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ക്വാണ്ടിറ്റി ആണോ ക്വാളിറ്റി ആണോ, നിങ്ങൾ ഓരോരോ ആപ്ലിക്കേഷനും ടൈലർ ചെയ്തിട്ടാണോ ചെയ്തത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിയണം എന്നുണ്ട് എനിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും. സോ ദാറ്റ് ഇപ്പോൾ ജോലി നോക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മുന്നോട്ട് വരിക പ്ലീസ്. ഇത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു മൂവ്മെൻറ്റ്. കുറേ പേര് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഈ ഒരു സീരീസ് ഹിറ്റ് ആവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 10 വീഡിയോ എങ്കിലും വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയാം അതിനും കാട്ടിലുള്ള ആൾക്കാരുണ്ടാവും നമ്മുടെ സബ്സ്ക്രൈബർ ബേസിൽ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, എന്താണ് നമ്മുടെ ഈ ചാനൽ ഉണ്ട്, ഒരു 6000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഈ വീഡിയോസ് ഇടാത്തത് കൊണ്ട് അത് മെല്ലെ 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 ഒന്ന് ഡിസോൾവ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരണം തോന്നി. കഴിഞ്ഞ കൊല്ലം നല്ല മടിയും പരിപാടികളും ഇപ്പോഴും ഉണ്ട് മടി. ഞാൻ വിചാരിച്ചു ഈ കൊല്ലമെങ്കിലും ഒന്ന് പുഷ് ചെയ്യണം ചാനൽ. അപ്പോൾ എല്ലാം കൊണ്ടും ഒന്ന് റീബിൽഡ് ചെയ്യണം എന്നുണ്ട്, അതാണ് ആഗ്രഹം. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടി പറയാം, paisapmoney@gmail.com. എല്ലാവരും മെയിൽ അയയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക ഈ ഒരു മൂവ്മെൻറ്റിനെ. ഈ ഒരു സീരീസ് ഹിറ്റാക്കാൻ നിങ്ങളുടെ സഹായമാണ്. ഞാൻ ഈ ഹിറ്റ് എന്ന് പറഞ്ഞാൽ വ്യൂസോ പരിപാടികളോ അല്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 പേര് വന്നിട്ട് ഇൻ്റർവ്യൂ തന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓപ്പൺ അപ്പ്. വേറെ കുറേ പാത്സ് ഓപ്പൺ ആവും. നിങ്ങളുടെ ചിലപ്പോൾ നമുക്കൊന്നും അറിയാത്ത കമ്പനീസ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി അടിപൊളിയായിരിക്കും. അതൊന്ന് ഷെയർ ചെയ്യൂ, മറ്റുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടട്ടെ. ആർക്കെങ്കിലും ആ ഒരു വീഡിയോ കൊണ്ട് ജോലി കിട്ടുമെങ്കിൽ അത്രയും നല്ല കാര്യം. കുറേ ആൾക്കാരുടെ വിസ എക്സ്പയർ ആവുന്നതായിരിക്കും. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതും കൂടിയുണ്ട് ഈ സീരീസിൽ. ചില ആൾക്കാരൊക്കെ എങ്ങനെയാണ് വിസ എക്സ്പയർ ചെയ്യണ മുമ്പ് അത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ആ വിസ എക്സ്പയർ ആവണതിന് മുമ്പ് എന്തൊക്കെ സ്ട്രാറ്റജി ചെയ്ത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളും ഷെയർ ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ. ഇനിയും നമ്മൾ വീഡിയോസ് എന്താ പറയുക ഈ വർഷം ഞാൻ അങ്ങ് കൊണ്ടുപോവാണ് യൂട്യൂബ്, അത്രേ ഉള്ളൂ. So until then, this is Paisa Money signing off. Bye.